ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അടിപൊളിയായിട്ട് പോകുന്നില്ലേ കാര്യങ്ങളൊക്കെ? എനിക്ക് ഓക്കെ ആയിട്ട് പോകുന്നു, എല്ലാം സെറ്റാണ്. ഇന്നൊരു മൺഡേ ആണ്. ഇന്ന് മൺഡേ മീൻസ് ഇത് ലാസ്റ്റ് നമ്മുടെ പെരുന്നാൾ ഉണ്ടായിരുന്നില്ലേ, ആ ദിവസം എടുത്ത വീഡിയോ ആണ്. സൺഡേ ഓൾറെഡി ഓഫ് ആയിരുന്നു. പിന്നെ പക്ഷെ പെരുന്നാളിന്റെ കേസ് നമുക്കങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. ഒന്നെങ്കിൽ മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ, അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ സൺഡേ ഒരു നൈറ്റൊക്കെ ആയല്ലേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അറിഞ്ഞ്. അപ്പോൾ പിന്നെ മൺഡേ ലീവാണ്, അപ്പോൾ പിന്നെ വീട്ടിൽ തന്നെ നിൽക്കാന്നൊക്കെ വിചാരിച്ച് അല്ലെ പുറത്തൊക്കെ പോവാന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എനിക്ക് അതൊന്നും പറ്റിയില്ല. അപ്പോൾ തന്നെ പീരീഡ്സിൻ്റെ ദിവസമായിരുന്നു അത്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടന്നില്ല. ഒന്നാമത് രാവിലെ എഴുന്നേൽക്കണം എന്നാണ് ഞാൻ ഫസ്റ്റ് വിചാരിച്ചത്. എപ്പോഴും മൺഡേസിലൊക്കെ ഓഫീസിൽ പോകുമ്പോൾ നേരത്തെ പോകാൻ വേണ്ടി എഴുന്നേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് കറക്റ്റ് ടൈം ഫുഡൊക്കെ ആ ഒരു റുട്ടീനൊക്കെ കറക്റ്റ് ആക്കുന്നതല്ലേ. അപ്പോൾ അതുപോലെ തന്നെ മൺഡേയും സെറ്റ് ചെയ്യുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നൈറ്റ് കിടന്നത്. പക്ഷേ എനിക്ക് പിറ്റേന്ന് അത് പറ്റിയില്ല. പീരീഡ്സിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാൻ ലേറ്റ് ആയിരുന്നു എഴുന്നേറ്റത്. കുറേയൊക്കെ കഴിഞ്ഞു, 10 മണിയൊക്കെ ആയി എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എഴുന്നേറ്റ് പിന്നെ അപ്പോൾ പറഞ്ഞില്ലേ, രാവിലെ എഴുന്നേറ്റ് ഫുഡ് കഴിക്കുന്ന ശീലമായതുകൊണ്ട് ഈ രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് ഉടൻ വിശക്കും. അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് ഫുഡ് കഴിച്ച് അങ്ങനെയാണ് ചെയ്യുക. അല്ലാതെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാക്കി കഴിക്കാനൊന്നും സമയമൊന്നും ഉണ്ടാവില്ല. പിന്നെ എൻ്റെ എല്ലാ ഓഫ് ഡേയ്സും ഒരുപോലെയല്ല. ഞാനിപ്പോൾ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസ്റ്റ് അങ്ങനത്തെ ഒരു ദിവസമാണ്. അധികം ആക്റ്റീവായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യില്ല. അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ അങ്ങനെ പ്രൊഡക്റ്റീവായാൽ ശരിയാവില്ലല്ലോ. നമുക്ക് റെസ്റ്റ് വേണ്ടേ? നമ്മുടെ ബോഡിക്കും നമ്മുടെ മൈൻഡിനും എല്ലാം റെസ്റ്റ് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷെ ഇന്നത്തെ ദിവസം മൺഡേ കുറച്ച് ആക്റ്റീവ് ആവാമെന്ന് വിചാരിച്ചു. പക്ഷെ ആ സിറ്റുവേഷൻ കൊണ്ട് അത് നടന്നില്ല. നല്ല പെയിനൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല പെയിനൊക്കെ ആയിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. അപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുക്കണം എന്ന് ഞാൻ മൈൻഡിൽ സെറ്റ് ചെയ്തായിരുന്നു. തലേ ദിവസമല്ല, 2 ദിവസം മുമ്പേ ഞാൻ മൈൻഡിൽ സെറ്റ് ചെയ്തായിരുന്നു വീഡിയോ എന്തായാലും എടുക്കണം. ഇങ്ങനെ ആയതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചതാണ്. ഈ ആഴ്ച എനിക്ക് വീഡിയോ വേണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും എടുക്കാം, കുഴപ്പമില്ല, വയ്യെങ്കിലും എടുക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ പണി നടക്കുമായിരുന്നു. വീട്ടിൽ പെയിൻ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ അവർ പുറത്തൊക്കെയാണ് പെയിൻ്റ് അടിക്കുന്നത്, അകത്തോട്ടേക്ക് കയറിയിട്ടില്ലായിരുന്നു. സിറ്റ് ഔട്ടിൽ ബാക്കിൽ ഒക്കെയാണ് പെയിൻ്റ് അടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡോറൊക്കെ ക്ലോസ് ആയതുകൊണ്ട് തന്നെ ലൈറ്റ് ഇല്ല വീട്ടിനകത്ത്. എല്ലാ ഡോറും ക്ലോസ് ആണ്, ജനലും എല്ലാം ക്ലോസ് ആണ്. അപ്പോൾ ലൈറ്റ് ഇല്ല. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ലൈറ്റ് മാത്രമേ ഉള്ളൂ, വേറെ അല്ലാതെ ലൈറ്റ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റിങ്ങിൻ്റെ ഭയങ്കര ഇഷ്യൂ വന്നിട്ടുണ്ട് ഈ വീഡിയോയിൽ. അത് പിന്നെയാണ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അത് ഇത്രയും പ്രശ്നമുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ചെറിയ പ്രോബ്ലം ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, നല്ല പ്രോബ്ലം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എഴുന്നേറ്റു, പിന്നെ ബ്രഷൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കണം. പണിയെടുക്കുന്ന ചേട്ടന്മാർ വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിറകിലോട്ടും മുന്നിലോട്ടും ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ലൈറ്റും ഫോണൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് അവരിങ്ങനെ നോക്കുന്നുണ്ട്, ഇതെന്താ പരിപാടി എന്നുള്ള രീതിയിൽ. അതാണ് ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കിയത്. എങ്ങനെയൊക്കെയോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുകയാണ്. കാരണം ഓൾറെഡി എനിക്ക് വയ്യ, പിന്നെ ഈ വീടിൻ്റെ പണിയും കൂടി ഉള്ളതിൻ്റെ ഒരു പ്രോബ്ലം. പക്ഷെ ഞാൻ മനസ്സിൽ തീരുമാനിച്ച് പോയി, എനിക്ക് മനസ്സിലൊരു കാര്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നടന്നിട്ടില്ലെങ്കിൽ പിന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാനൊരു സ്ഥലത്ത് പോകണമെന്ന് സെറ്റ് ചെയ്ത്, ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്ന് സെറ്റ് ചെയ്ത്, ഞാൻ ഇന്ന് ലീവ് എടുക്കണം സെറ്റ് ചെയ്ത്, ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതെനിക്ക് മാറാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സംഗതികളൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ മടി ദിവസങ്ങളുടെ മെയിൻ ദേശീയ ഭക്ഷണമായ മുട്ടയും പഴവും പുഴുങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്നുമില്ല, മുട്ടയുമില്ല, പഴവുമില്ല. അപ്പോൾ ഞാൻ കടയിൽ പോയി വാങ്ങാൻ വേണ്ടി വിചാരിച്ചിട്ട് അങ്ങനെ കടയിൽ പോയി വാങ്ങി. വന്നിട്ട് ഇനിയിപ്പം മുട്ടയും പഴമൊക്കെ പുഴുങ്ങാൻ വേണ്ടി വെച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഓൾറെഡി ലേറ്റ് ആയിരുന്നു എഴുന്നേക്കാൻ വേണ്ടിയിട്ട്, 10 മണിയൊക്കെ ആയി. അപ്പോൾ
പണിക്കാരൊക്കെ പണിയൊക്കെ ചെയ്യുന്നുണ്ട് അവരൊക്കെ. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ലൈം ആക്കിയായിരുന്നു. അവർക്ക് ചൂടായതുകൊണ്ട് ലൈം കൊടുക്കാൻ വേണ്ടി ആക്കിയായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ എനിക്കും ആക്കി. അത് കഴിഞ്ഞ് ഞാൻ ഇത് കഴിച്ചായിരുന്നു, ചിയാ സീഡിൻ്റെ വെള്ളം കുടിച്ചായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് നട്ട്സും ബദാമും നട്ട്സും എടുത്ത് കഴിച്ചായിരുന്നു. അത് കുക്ക് ചെയ്തതിൻ്റെ ഒടുക്കിൻ്റെ ഇടയിലാണ് കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പഴവും മുട്ടയും പുഴുങ്ങിയത്, പിന്നെ ലൈം, അതൊക്കെ ആയിട്ട് ഫുഡ് കഴിച്ചു. അപ്പോൾ എനിക്കിഷ്ടമാണ് ശരിക്കും പഴവും മുട്ടയും പുഴുങ്ങിയത്. എളുപ്പമുള്ള പരിപാടിയാണ്, നമുക്ക് ഒരു പണിയില്ല, എടുത്ത് വെച്ച് പുഴുങ്ങി അതെടുത്ത് കഴിച്ചാൽ മതി. എളുപ്പമുള്ള, നമുക്ക് ആ സമയം വേറെ എന്തെങ്കിലും ചെയ്യുകയൊക്കെ ചെയ്യാം, അതവിടെ നിന്ന് പുഴുങ്ങുന്ന സമയം കൊണ്ട്. എളുപ്പമുള്ള പരിപാടിയാണ്, പക്ഷേ എനിക്കിഷ്ടമാണ്. ഞാൻ വല്ലപ്പോഴും ഇങ്ങനെ സമയം ഉണ്ടെങ്കിൽ പോലും ഞാനിങ്ങനെ പുഴുങ്ങിയിട്ട് കഴിക്കാറുണ്ട്. എനിക്കിഷ്ടമുള്ള പരിപാടിയാണ്. പിന്നെ അതൊക്കെ ഉണ്ടാക്കി അങ്ങനെ കഴിച്ചു, ലൈമൊക്കെ കുടിച്ചു. ഈ പഴവും മുട്ടയും പുഴുങ്ങുന്ന സമയം തന്നെ ചോറാകാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചോറും അതുപോലെ പരിപ്പ് കറിയും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എളുപ്പമുള്ള പരിപാടിയാണല്ലോ ഇത്. അവിടെ നിന്ന് വേവുന്ന സമയം ഇപ്പുറത്തെ സ്റ്റൗവിൽ നമുക്ക് ഇത് രണ്ടും ഉണ്ടാക്കാം. അപ്പോൾ പരിപ്പ് കറിയും എന്നുള്ളത് ഏറ്റവും എളുപ്പമുള്ള ജോലിയായിട്ട് ഞാൻ കാണുന്ന ആണ് പരിപ്പ് കറി. നല്ല എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ അത് ഉണ്ടാക്കിയായിരുന്നു. അതിൻ്റെ ഇടയിൽ വാട്ടർമെലൻ ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ ഒരു മുട്ട ബുൾസൈ ഉണ്ടാക്കി ഉച്ചക്കേക്ക്. അപ്പോൾ അത് എളുപ്പമുള്ള കാരണം പെട്ടെന്ന് കാര്യങ്ങൾ തീരുന്നതായതുകൊണ്ട് അതങ്ങനെ ഉണ്ടാക്കി വെച്ചു. പിന്നെ അടുക്കളയിൽ പരിസരത്ത് വരണ്ടല്ലോ, അതായത് ഞാൻ അവിടുന്ന് പോയാൽ മാത്രമേ ചേട്ടന്മാർക്ക് സമാധാനത്തിൽ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പെട്ടെന്ന് അടുക്കളയൊക്കെ കാലിയാക്കിയിട്ട് ഞാൻ പോകണം, കാരണം അടുക്കളേൻ്റെ പിറകിലെ വശത്ത് അവർ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ അവിടുന്ന് മാറാൻ വേണ്ടി നിന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞ് ഒരു 2 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ചോറ് കഴിച്ചത്. ചോറ്, പരിപ്പ് കറി, മുട്ട, അതുപോലെ കുറച്ച് കുക്കുംബർ, ക്യാരറ്റ് വെച്ചിട്ട് കഴിച്ചു. പിന്നെ ഞാൻ കുറച്ച് നാളുകളായി ചിന്തിക്കുന്നു, എനിക്ക് കുറച്ച് പായസം കുടിക്കണമെന്ന് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ എപ്പോഴൊന്നും അങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കില്ല, കടയിൽ പോയി കഴിക്കാമെന്ന് വെക്കും. പക്ഷെ പായസത്തിൻ്റെ കേസ് എനിക്ക് അത്ര പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്ര മധുരം അങ്ങനെ കഴിക്കില്ല, ഒട്ടും കഴിക്കില്ല എന്നല്ല, കുറച്ചേ കഴിക്കുള്ളൂ ഞാൻ മധുരം. അപ്പം നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന പായസത്തിൽ എന്ന് പറഞ്ഞാൽ, ഒരു തവണ ഞാൻ കൊതിയായിട്ട് പായസം പോയിട്ട് കഴിച്ചു. മധുരമായിട്ട് എനിക്ക് തല കറങ്ങിപ്പോയി, അത്രയ്ക്ക് മധുരമായിരുന്നു. അതുകൊണ്ട് അതോടെ ഞാൻ എനിക്ക് കുടിച്ചില്ല, ആ ഒരു സിപ്പ് എടുത്തേ ഉള്ളൂ, പിന്നെ അത് കുടിച്ചില്ല, അത്ര പറ്റിയില്ല എനിക്ക്. അപ്പം എനിക്ക് മനസ്സിലായി, അപ്പം നമ്മളങ്ങനെ കടയിലിപ്പോൾ കുറച്ച് മധുരം കുറച്ചിട്ട് ചായ ഒന്നും തരുന്ന പോലെ മധുരം കുറവ് വിത്തൗട്ട് എന്നൊന്നും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഉള്ളത് അവരവിടെ ഉണ്ടാക്കുന്നത് മധുരത്തിലായിരിക്കും. പായസം എന്ന് പറഞ്ഞാൽ അത് മധുരമാണല്ലോ. അതോടെ ഞാൻ ആ പരിപാടി ക്യാൻസൽ ചെയ്തു. ഇനി പായസം കുടിക്കാൻ അങ്ങനെ പോകില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വീട്ടിൽ കുറച്ച് പാലടയുടെ മിക്സ് ഉണ്ട്, അതെടുത്തിട്ട് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ രാവിലെ കടയിൽ പോയപ്പോൾ പാല് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജ് തുറന്നിട്ട് നേരത്തെ ഇത് പാലടേൻ്റെ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞോ, കുറേ ആയോ, എത്രയുണ്ട് എന്നൊക്കെ നോക്കിയായിരുന്നു. കുറച്ചായി വാങ്ങിച്ചു വെച്ചിട്ട്. അപ്പോൾ ഡേറ്റ് കഴിഞ്ഞിട്ടൊന്നുമില്ല, അപ്പോൾ കുറച്ച് ഈ വർഷം ഉണ്ട് എന്തായാലും. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ അതുണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് ഉണ്ടാക്കുള്ളൂ ഞാൻ, എന്തായാലും ഞാൻ അത്രയേ ഉണ്ടാക്കുള്ളൂ. കാരണം എന്ന് വെച്ചാൽ കുറേ ക്വാണ്ടിറ്റി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കുടിക്കില്ല, കുറച്ചേ കുടിക്കുള്ളൂ. ആ ഒരു കൊതി മാറുന്നത് വരെ കഴിക്കുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ കഴിക്കില്ല അത്. അപ്പോൾ പിന്നെ വെറുതെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ കഴിക്കാം വെച്ചാൽ മധുരമാണ്, എല്ലാ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു കൊതി വരുമ്പോൾ അത് കഴിക്കുക, തീർന്നു, പിന്നെ ആ കൊതിയില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും കൊതി വന്നാൽ മാത്രം പിന്നെ ഉണ്ടാക്കുക, അങ്ങനെ ഞാൻ ഉണ്ടാക്കും. അതുകൊണ്ട് ഇത്രേ ഉണ്ടാക്കുള്ളൂ, കുറച്ച് കഴിക്കാൻ മാത്രമേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളായിരുന്നു. ഞാനിങ്ങനെ പാലട വേവിച്ച് പാലും വെള്ളത്തിൽ വേവിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അതിൻ്റെ കൂടെ മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ വറുത്തിട്ട് നെയ്യിൽ വറുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പാല് ഒഴിച്ച് കുറച്ച് മിക്സാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ മിക്സാക്കി അങ്ങനെ പായസം സെറ്റ്. എളുപ്പ പരിപാടിയാണല്ലോ, മിക്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ പാടുള്ള കാര്യമല്ല, എളുപ്പമുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതിനെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അവരുടെ ഇതിലും അധികം
മധുരമില്ല, കാരണം ഓൾറെഡി യൂസ് ചെയ്ത കുറച്ചായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം മധുരമില്ല, എനിക്ക് പറ്റുന്ന രീതിയിലുള്ള മധുരമേ ഉള്ളൂ. അപ്പം പിന്നെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നൈറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ ആക്കിയിട്ടുണ്ടായിരുന്നു. നൈറ്റ് നമുക്ക് ഈ വയറുവേദന, മെൻസ്ട്രൽ പ്രോബ്ലംസിനൊക്കെ പറ്റിയൊരു ഫുഡാണ് സ്വീറ്റ് പൊട്ടാറ്റോ കേട്ടോ. എല്ലാവർക്കും പറ്റിയ നല്ല ഫുഡാണ്. ഫൈബർ, മഗ്നീഷ്യം, പൊട്ടാസ്യം, അങ്ങനെ കുറേ സാധനങ്ങളുള്ള നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഫുഡാണ് സ്വീറ്റ് പൊട്ടാറ്റോ. വെയിറ്റ് ഗെയിൻ ചെയ്യുന്നവർക്കും വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും എല്ലാം നല്ലതാണ്. കാരണം നമ്മളിത് പുഴുങ്ങി കഴിക്കുന്നേ ഉള്ളൂ, അത് വേറെ ഒന്നും ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. പിന്നെ കാലറി ഉണ്ട് കുറച്ചധികം. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്നവർ കൂടുതൽ കഴിക്കരുത്, അത്രയേ ഉള്ളൂ. വെയിറ്റ് ഗെയിൻ ചെയ്യുന്നവർക്ക് കുറച്ചധികം കഴിച്ചാലും കുഴപ്പമില്ല, അവർക്ക് ബോഡി വെയിറ്റ് കൂടാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഈ മെൻസ്ട്രൽ റിലേറ്റഡ് പ്രോബ്ലംസ്, ഹോർമോൺ റിലേറ്റഡ് പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക്, ലേഡീസിന് നല്ല പറ്റിയൊരു ഫുഡാണ്. അപ്പം ഞാൻ മിക്ക ദിവസങ്ങളിലും നൈറ്റ് സ്വീറ്റ് പൊട്ടറ്റോ ആണ് കഴിക്കുക. അപ്പോൾ പിന്നെ പീരീഡ്സ് ആകാറായി കഴിഞ്ഞാൽ അതിനടുപ്പിച്ച് കുറച്ച് ദിവസങ്ങളിൽ ഞാൻ എന്തായാലും സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കാൻ വേണ്ടി കുറച്ചെങ്കിലും നൈറ്റ് ഡിന്നർ പോലെ ഒരു 2-3 പീസെങ്കിലും കഴിക്കാൻ വേണ്ടി മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. കാരണം അത് മെൻസസ് ആകുന്നതിൻ്റെ വേദന കുറക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അതൊരു സൂപ്പർ ഫുഡാണെന്നാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് എനിക്ക് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ പായസം അവിടെ ഇരുന്നൊന്ന് സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായി. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ വന്നിട്ട് പായസം കുടിക്കുന്നത്. ഭയങ്കര ആക്രാന്തമുണ്ട് കേട്ടോ. എടുത്ത് വെച്ച് കപ്പിലേക്ക് ഒഴിച്ച് ഇരിക്കാനൊന്നും സമയമില്ല, അപ്പോഴത്തേക്കന്നെ കുടിയാണ്. കാരണം കുറേ നാളായി ഞാൻ വിചാരിക്കുന്നു പായസം കുടിക്കണം. പായസക്കടകളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ നോക്കും, പാലട പ്രഥമൻ, ആ പ്രഥമൻ, ഈ പ്രഥമൻ എന്നൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കൊതിച്ച് നോക്കും. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് തല കറങ്ങുന്ന മധുരമാണെന്ന് അറിയുന്നതുകൊണ്ട് ഞാൻ പോവില്ല. അങ്ങനെ കുറേ നാളിന് ശേഷം എന്തോ ഭയങ്കര സന്തോഷത്തിൽ. കാരണം ഇങ്ങനെ ഒരു പീരീഡ്സ് ആയിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കുറേ കൊതികളൊക്കെ വരും. പീരീഡ്സിൻ്റെ മുൻപ് പ്രീ മെൻസ്ട്രൽ സിൻഡ്രംസ്, നമുക്ക് വേദന അതുപോലത്തെ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ കുറേ കൊതി വരും. അതുപോലെ മെൻസസിൻ്റെ ടൈമൊക്കെ ഇങ്ങനെ കൊതിയും കാര്യങ്ങളും ഒക്കെ വരും. ഇങ്ങനെ പിന്നെ വിശപ്പ് കൂടും ചില ദിവസങ്ങളിൽ. അങ്ങനെ ഭയങ്കര കൊതിയായിരുന്നതുകൊണ്ട് കൊതിയാണ്ട് പെട്ടെന്ന് കൊതിയോടെ വാരി വലിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കുളിക്കാനൊക്കെ പോയി. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തായിരുന്നു കേട്ടോ. ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ജോലിക്കാരൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ എനിക്ക് പറ്റിയില്ല. അപ്പം ഞാൻ മാക്സിമം ഇതിപ്പോൾ ഫുൾ ഫുഡിൻ്റെ ആണല്ലേ ഇതിനകത്ത് ഫുൾ വന്നേക്കുന്നത്. വാട്ടയ്യേറ്റിൻ്റെ ഇടയിൽ ചെയ്ത പോലെ ഉണ്ട് കാണുമ്പോൾ. അപ്പോൾ ഫുഡ് തന്നെയാണ് മെയിനായിട്ട് ഉണ്ടായത്. പിന്നെ ഞാൻ റെസ്റ്റ് എടുക്കുമായിരുന്നു, അപ്പോൾ എനിക്ക് വയ്യായിരുന്നു. അതുകൊണ്ട് പിന്നെ വയറുവേദനയൊക്കെ ആയതുകൊണ്ട് ഞാനങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ പിന്നെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെറുതെ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. വേറെ കാര്യമായിട്ട് എവിടെയും പോകുന്നതല്ല, ജസ്റ്റ് ഒന്ന് പുറത്ത് പോവുക, വരിക, ഒന്ന് മൈൻഡ് ഫ്രീ ആവുക. കാരണം നാളെ മുതൽ ബാക്ക് ടു വർക്ക് ആണല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ പുറത്ത് പോകാനൊന്നും പറ്റില്ല. പിന്നെ ഇങ്ങനത്തെ ഒരു ദിവസം മൂടിയായിട്ട് വെറുതെ വീട്ടിലിരിക്കുന്നതിന് പകരം ഒന്ന് പോവാമെന്ന് ചോദിച്ചു. ഈവനിങ് ആയപ്പോൾ കുറച്ച് പെയിനൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വലിയ കാര്യമായിട്ടൊന്നും റെഡി ആയില്ല, കാരണം എനിക്ക് വലിയ മൂഡൊന്നുമില്ല, റെഡി ആവാനുള്ള ആ ഒരു മൂഡൊന്നുമില്ല. ഒന്ന് ചെറുതായിട്ട് ഐബ്രോ വരഞ്ഞു, പിന്നെ കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടു, കണ്ണെന്ന് എഴുതിയിട്ട് ഒന്നുമില്ല. പിന്നെ രാത്രി ആയതുകൊണ്ട് സൺസ്ക്രീനൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഒരുങ്ങിയിട്ടൊന്നുമില്ല, അതിനൊന്നും മൂഡില്ല, മടിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങ് ജസ്റ്റ് ഒന്ന് റെഡിയായി അങ്ങനെ പുറത്തേക്ക് പോയി. ബൈക്കിലാണ് പോയത്. അങ്ങനെ പുറത്ത് പോകുമ്പോൾ അവിടെ എല്ലായിടത്തും നല്ല അതൊരു പായസക്കടയാണ്. ഇപ്പോൾ ഞാൻ കണ്ടില്ലേ, ആ പായസക്കടേൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഞാൻ വീഡിയോ എടുത്തായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ കിടിലം പായസം ഉണ്ടാക്കിയില്ലേ എന്ന്, ഉണ്ടാക്കി കുടിച്ചില്ലേ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു പായസക്കട കണ്ടപ്പോഴത്തേക്ക്. ഞങ്ങൾ പോയത് ക്വീൻസ് വാക്ക് വേലാണ്. അതാണ് ഞങ്ങളുടെ മെയിൻ ഏരിയ. എപ്പോഴും അവിടെയാണ് പോകുന്നത്. അവിടെ പോയി കുറേ ആൾക്കാരെ കണ്ടു. അവിടുന്ന് ഫുഡ് എന്തെങ്കിലും അവിടുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ കഴിച്ചു. അങ്ങനെ അതാണ് എപ്പോഴും ഉള്ളൊരു മെയിൻ ഏരിയ അതാണ്. അവിടുന്ന് കുറേ ആൾക്കാരെ കാണാം, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, കുറച്ച് നേരം ഇരിക്കുക, പിന്നെ അവിടെ വെള്ളമൊക്കെ നോക്കി ഇങ്ങനെ കായലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുക. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. കൂടെ വേറെ ഒന്നും ആലോചിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ വാക്ക് വേയിലെത്തി. ക്യൂൻസ് വാക്ക് വേയിൽ അങ്ങനെ ഇപ്പോൾ കുറേ കടകളുണ്ട് എല്ലാ സ്ഥലങ്ങളും. അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ ഫ്ലാറ്റുള്ള ഈ സൈഡിലും ഒക്കെ
കുറേ കടകളുണ്ട്. നല്ല തിരക്കാണ്. പ്രത്യേകിച്ച് ഇന്ന് പെരുന്നാൾ കൂടി ആയതുകൊണ്ട് കുറേ പേരുണ്ടായിരുന്നു. ഫാമിലി ആയിട്ട് കുറേ പേരുണ്ടായിരുന്നു. പെരുന്നാളിൻ്റെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഫാമിലി ആയിട്ട് കൂടി എല്ലാവരും പുറത്തേക്കൊക്കെ പോകുന്ന ദിവസമാണല്ലോ. അപ്പോൾ അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. കുറേ ഫാമിലി, ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ള ഒരു കടയിൽ പോയി അവിടുന്ന് ഞാൻ ചായ കുടിച്ചതാണ്. ചായയും ഉണ്ണിയപ്പവും കഴിച്ചു. അങ്ങനെ റോഡ് സൈഡിലിരുന്ന് വായൊക്കെ നോക്കി അങ്ങനെ ചായയൊക്കെ കുടിച്ചു. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കേണ്ട കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നമുക്കിത് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം. അത് ഇല്ലീഗലായിട്ടുള്ള കാര്യമോ ആരെയും ഉപദ്രവിക്കാത്ത കാര്യമോ എന്തായാലും നമുക്കത് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. ഞാനൊരു സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ പോട്ടെ ചേട്ടാ, ഞാൻ പോട്ടെ, അല്ല അച്ഛാ ഞാൻ പോട്ടെ, അമ്മേ ഞാൻ പോട്ടെ, അങ്ങനെ ചോദിച്ച് നമ്മളങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് നിൽക്കാൻ പാടില്ല. കാരണം നമുക്ക് അങ്ങനെ നിൽക്കുന്നൊരു പ്രായമുണ്ട്. നമ്മുടെ അച്ഛനും അമ്മേൻ്റെയും കീഴിൽ താമസിക്കുമ്പോൾ നമുക്ക് എന്താണ് ലോകം, എങ്ങനെയാണ്, എന്താണ് ശരി തെറ്റ് എന്നൊന്നും അറിയാത്തൊരു കാലമുണ്ട്. ആ കാലത്ത് നമുക്ക് അങ്ങനെ അവരോട് ചോദിക്കേണ്ടി വരും. അവർ നമ്മുടെ കാര്യത്തിൽ ഇടപെടും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഒരു അഡൾട്ടായി മാറിയാൽ, നമ്മളൊരു സ്വന്തമായി ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഒരു പെർമിഷൻ, അതിപ്പോൾ നമ്മൾ മാരേജ് കഴിഞ്ഞ ആളാണെങ്കിലും അല്ലാതെ റിലേഷൻഷിപ്പിലെ ആളാണെങ്കിലും അച്ഛനോടാണെങ്കിലും അമ്മേനോടാണെങ്കിലും നമ്മളങ്ങനെ പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തോന്നുന്നത് എന്താണ്, നമുക്കിങ്ങനെ നൈറ്റ് ആണെങ്കിൽ പുറത്ത് പോകാൻ തോന്നി, അങ്ങനെ പുറത്ത് പോവുക. നമുക്ക് തോന്നുന്നത് നമുക്ക് ആഗ്രഹം പോലെ ചെയ്യുക. അല്ലാതെ നമ്മളതെല്ലാം മനസ്സിൽ വെച്ച് ഫ്രസ്ട്രേറ്റഡ് ആയി ഭയങ്കര ബുദ്ധിമുട്ടിയൊക്കെ ആവുമ്പോഴാണ് നമുക്ക് ജീവിതം മടുത്തു പോകുന്നത്. അപ്പം നമ്മളെ പിടിച്ചു വെക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും നമ്മുടെ പാരൻസ് ആണെങ്കിലും അതിലൊന്നും നമ്മൾ വീഴാതെ മാക്സിമം നോക്കുക. വീണ് കഴിഞ്ഞാൽ തന്നെ എങ്ങനെയെങ്കിലും അത് നമ്മൾ ശരിയാക്കാൻ നോക്കുക, കാര്യങ്ങൾ സെറ്റാക്കുക. അല്ലാതെ നമ്മളങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ആകെ ഒരു ജീവിതമേ ഉള്ളൂ. അത് നമ്മൾ വെറുതെ നമ്മൾ തന്നെ കളഞ്ഞതുപോലെ ആവുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. അതിൻ്റെ ഇടയിൽ മോട്ടിവേഷൻ കയറുകയെന്നല്ലേ. ഇത് മെയിൻ പരിപാടി ആയതുകൊണ്ടാണ് ഈ പറയുന്നതിൻ്റെ ഇടയിൽ മോട്ടിവേഷൻ കയറുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു, ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റിയതിൽ. അപ്പോൾ പിന്നെ അത്രയൊക്കെയാണ് ഉള്ളത്. ഞാൻ ഇന്നങ്ങനെ വോക്കിൽ പോയി, അവിടുന്ന് കുറച്ച് നേരം കറങ്ങി നടന്നു, അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നുള്ളത്. എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞതിനെ കുറിച്ചിട്ടൊക്കെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ. ഓക്കെ, ബൈ.